കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ എന്താണ് ചർച്ചയ്ക്കെടുക്കുന്നത് എന്ന് വിചാരിച്ചാൽ BJP അവിടെ വലിയ മുന്നേറ്റം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ, അതായത് 2ാം സ്ഥാനത്തേക്ക് എത്തി BJP. അപ്പം നമുക്ക് ഇവിടെ ഒരു സാധ്യത പറയാം. അതായത് നമ്മുടെ എവിടെയാ, തിരുവനന്തപുരത്തെ നിയമവുമായിട്ട് നമുക്കിതിനെ തട്ടിച്ചു നോക്കാം. അതുപോലെ നിയമം പോലെ BJPക്ക് നാളെ ഒരു A ക്ലാസ് മണ്ഡലമായിട്ട് ചാത്തന്നൂർ മാറാനുള്ള സാധ്യത കാണുന്നില്ലേ? തീർച്ചയായിട്ടും. ശരിക്കും ഈ മണ്ഡലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ, ആദിച്ചനല്ലൂർ, ചിറക്കര, പൂതക്കുളം, കല്ലുവാതുക്കൽ, പൂയപ്പള്ളി തുടങ്ങിയ പഞ്ചായത്തുകളെല്ലാം കൂടെ ഉൾപ്പെടുന്ന ഒരു മണ്ഡലമാണ് ശരിക്കും ഈ ചാത്തന്നൂർ എന്ന് പറയുന്ന മണ്ഡലം. ചാത്തന്നൂർ മണ്ഡലത്തിൻ്റെ ഒരു BJPയുടെ വളർച്ച ഒരുപക്ഷെ കേരളത്തിൽ അധികമൊന്നും ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാര്യം പീതാംബരക്കുറുപ്പ് മത്സരിക്കുന്ന സമയത്ത്, പീതാംബരക്കുറുപ്പ് ഇപ്പം രാഷ്ട്രീയ വനവാസത്തിലാണെന്നൊക്കെ പറയാം. പീതാംബരക്കുറുപ്പ് മത്സരിക്കുന്ന കാലഘട്ടത്തിൽ പോലും പീതാംബരക്കുറുപ്പിനെ പോലും 3ാം സ്ഥാനത്തേക്ക് തള്ളി നീക്കിക്കൊണ്ടാണ് 2021 BJP ഒരു ആധിപത്യം സ്ഥാപിക്കുന്നത്. എന്നാൽ ഈ ആധിപത്യം ആരംഭിക്കുന്നത് 2016 നമുക്ക് തോന്നുന്നു. കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പിലാണ്. അതിനു മുമ്പ് 2011 നമ്മൾ ചിന്തിക്കുമ്പോൾ 2011 നമ്മൾ ആലോചിച്ച് നോക്കണം, അവിടെ ആകെ BJPയുടെ ഒരു സ്ഥാനാർത്ഥിക്ക് കിട്ടിയത് വെറും 3839 വോട്ടാണ്. അതായത് ആകെ പോൾ ചെയ്തതിൻ്റെ 3.36% വോട്ട് മാത്രം അന്ന് കിട്ടിയിരുന്നത്. പക്ഷേ അന്ന് ജയലാൽ എന്ന് പറയുന്ന CPIയുടെ സ്ഥാനാർത്ഥി അന്ന് നേടിയിരുന്നത് 52% മുകളിൽ അതായത് 60,187 വോട്ടുകളാണ് അന്ന് അക്ഷരാർത്ഥത്തിൽ ജയലാൽ എന്ന് പറയുന്ന അന്ന് CPIയുടെ നേതാവ് നേടിയിരിക്കുന്നത്. അപ്പം ആലോചിച്ച് നോക്കിക്കോളുക, അന്ന് ബിന്ദു കൃഷ്ണയായിരുന്നു 2ാം സ്ഥാനത്തേക്ക് വന്നത്. 2ാം സ്ഥാനത്തേക്ക് ബിന്ദു കൃഷ്ണ വരുമ്പോൾ അവിടെ ബിന്ദു കൃഷ്ണ 41.64% വോട്ടുകൾ പോൾ ചെയ്തു. അതായത് 47,598 വോട്ടുകളാണ് അന്ന് ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന നേതാവ്, കോൺഗ്രസിൻ്റെ നേതാവ്, അവിടെ നിന്ന് നേട്ടമുണ്ടാക്കിയത്. ഇത്തവണ അവിടെ ഫോർവേഡ് ബ്ലോക്കിലെ ദേവരാജനെ അവിടെ ഇത്തവണ നിർത്താനുള്ള പദ്ധതിയൊക്കെ UDF ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഫോർവേഡ് ബ്ലോക്ക് UDFിൻ്റെ ഘടകകക്ഷിയാണല്ലോ. അപ്പോൾ അവരവിടെ ദേവരാജനെ നിർത്തിക്കൊണ്ട് അവിടെ ഒരു മത്സരത്തിന് അംഗം കുറിക്കുകയാണ്. അപ്പം നാനാഭാഗത്ത് നിന്നും വിവാദങ്ങൾ ഉയർന്നു വന്നു. വിവാദം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കോളൂ, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിലേക്ക് നോക്കിക്കോളൂ. 2021 തെരഞ്ഞെടുപ്പ് എത്തിയപ്പോൾ അവിടെ BB ഗോപകുമാർ തന്നെയാണ് ഈ സമയങ്ങളിലെല്ലാം BJPക്ക് വേണ്ടിയിട്ട് അവിടെ മത്സരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ ഈ ചാത്തന്നൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാവരുമായി നല്ല അടുപ്പം കാത്തു സൂക്ഷിക്കുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ ഇവ 2021 കണക്കുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ 42,090 വോട്ടുകളാണ് BB ഗോപകുമാർ എന്ന് പറയുന്ന നേതാവ് നേടിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ 2016 ഉണ്ടായിരുന്നതിനേക്കാൾ ഏകദേശം 5.69% വോട്ടിൻ്റെ വർധനവ് ഉണ്ടാവുകയും അങ്ങനെ വോട്ട് ഷെയർ ഈ പറയുന്ന 3-ൽ നിന്ന് 30 എന്ന് പറയുന്ന ഒരു ശതമാനത്തിലേക്ക് 2021 10 വർഷം കഴിഞ്ഞപ്പോൾ എത്തിക്കാൻ കഴിഞ്ഞത് BJPയുടെ ചിട്ടയോടുകൂടിയുള്ള അവിടുത്തെ പ്രവർത്തനം കൊണ്ട് തന്നെയാണ്. പിന്നെ തന്നെയുമല്ല, ആ ഭാഗങ്ങളിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പല കൊഴിഞ്ഞുപോക്കുകളിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഏരിയ കൂടിയാണ്. CPIയിൽ നിന്ന് കൊഴിഞ്ഞുപോക്ക് ഉണ്ടാവുന്നുണ്ട്, കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവിടേക്ക് കൊഴിഞ്ഞു പോകുന്നവരെല്ലാം എത്തുന്നത് NDAയിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എല്ലായിടത്തും നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. ഇപ്പം നമ്മൾ അല്ലാതെ NDA എന്ന് പറയുന്നത് ഫോം ചെയ്തു എന്നതാണ്, അല്ലാതെ പിന്നെ അവിടെ ഉണ്ടായി വന്നതല്ല. അവിടങ്ങളിൽ നിന്ന് ഫോർമേഷനാണ്, ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അതായത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ പല മണ്ഡലങ്ങളെടുത്ത് പരിശോധിക്കുമ്പോഴും എങ്ങനെയാണ് BJP എന്ന് പറയുന്നത്, BJP നേതാക്കന്മാരെ അല്ലെങ്കിൽ BJP പ്രവർത്തകരെ ഇവിടേക്ക് കൊണ്ട് കെട്ടിയിറക്കിയതല്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പം BJP ട്രാൻസ്ഫോർമേഷനിലൂടെയാണ് BJP ഉണ്ടാകുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്രദേശത്ത് കുറച്ച് പേരാണെന്നുണ്ടെങ്കിൽ ഇപ്പം രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ തന്നെ ചിലർ പഴയ ഒരു രാഷ്ട്രീയമൊക്കെ മറന്നു വെച്ചുകൊണ്ട് BJP നേതാക്കന്മാരെന്നുള്ള നിലയിലേക്ക് അല്ലെ BJPക്കാർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരുന്നവരുണ്ട്. അതായത് അതുവരെ രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി BJP ആയിരിക്കണമെന്ന് കരുതി കടന്നു വരുന്നവരുണ്ട്. കുറച്ച് വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പാർട്ടിയിൽ നിന്നിട്ട്, അതായത് ഇപ്പം നമുക്കറിയാം കോൺഗ്രസിൽ തന്നെ ഇപ്പോൾ എത്രയോ അധികം ആളുകൾ BJPയിലേക്ക് കുടിയേറിപ്പോയി അല്ലേ. തൊടിയൂർ രാമേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ BJPയിലേക്ക് മാറ്റം ഒരു കുടിയേറ്റം നടത്തുന്നുണ്ട്. അപ്പം ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ നടത്തുന്ന കുറേയധികം ആൾക്കാരുണ്ട്. ഏറ്റവും കൂടുതൽ ട്രാൻസ്ഫോർമേഷനാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ മുന്നിൽ ട്രാൻസ്ഫോർമേഷൻ നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ഒന്ന് അനിൽ ആന്റണി ട്രാൻസ്ഫോർമേഷനിലൂടെ വന്ന ഒരാളാണ്. അല്ലാതെ ഈ ചില നേരത്തെ UDFിൽ നിന്നും
കുറേയധികം ആൾക്കാർ ഇങ്ങനെ മാറ്റം വരുന്നുണ്ട് എന്ന് പറയുന്ന പോലെ ചാത്തന്നൂർ മണ്ഡലത്തിലാണെങ്കിൽ തന്നെ ഇപ്പം നേമത്ത് തന്നെ അങ്ങനെ സംഭവിച്ചതല്ലേ. നേമത്ത് തന്നെ ഒരു അടിസ്ഥാന വോട്ടുകൾ ഇടതുപക്ഷത്തിനും ഇവിടെ UDF-നും മാത്രമായിരുന്നു അടിസ്ഥാന വോട്ടുകൾ ഉണ്ടായിരുന്നതെങ്കിൽ ഈ വോട്ടുകളിൽ ഒരു വലിയ മാറ്റം വരുത്താൻ അവിടെ കഴിഞ്ഞു എന്നുള്ളതാണ്. അത് വ്യക്തിപ്രഭാവത്തിലൂടെ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷനാണ്. രാജഗോപാലിൽ നിർത്തുന്നു. രാജഗോപാൽ അവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ അതൊരു വ്യക്തിപ്രഭാവമാണ്. രാജഗോപാൽ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് കേന്ദ്രമന്ത്രിയായിരുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിൽക്കുന്ന സമയം അദ്ദേഹം വിജയിച്ചിരുന്നില്ല. അദ്ദേഹം രാജഗോപാൽ നേരത്തെ കേന്ദ്ര സഹമന്ത്രിയായിരുന്നു റെയിൽവേ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്. അന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം രണ്ടാമത് നിയമസഭ നിന്നപ്പോൾ പിന്നെ ചില രാഷ്ട്രീയ വ്യത്യാസങ്ങളും ഉണ്ടായി. ഈ പറയുന്ന BJPക്ക് എവിടെയൊക്കെ വളർച്ച നേടിയിട്ടുണ്ടോ, ഏതെല്ലാം മണ്ഡലങ്ങളിൽ BJP വളർച്ച നേടിയിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസിൻ്റെ ഒരു വല്ലാത്ത കളി നടന്നിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ ദേവരാജനെ നിർത്തിക്കഴിഞ്ഞപ്പോൾ ശക്തമായ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. ആ ശക്തമായ പ്രതിഷേധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് അല്ലെങ്കിൽ UDF സംവിധാനത്തിന് അല്ലെങ്കിൽ കോൺഗ്രസ്സിന് ഇവിടെ BJPയെ വളർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ BJP എന്ന് പറയുന്ന അവിടുത്തെ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നാണം കെട്ട നാറിയ പണിക്ക് വേണ്ടിയിട്ടാണ് ഫോർവേഡ് ബ്ലോക്കിനെ അവിടെ എറിഞ്ഞു കൊടുത്തത് എന്നുള്ളതാണ് അവിടെ ഉയർന്നു കേട്ട ഏറ്റവും വലിയൊരു ആരോപണം. അതായത് വീണ്ടും ഇവിടെ ഒരു ഡമ്മി സ്ഥാനാർത്ഥി ഈ ഫോർവേഡ് ബ്ലോക്കിന്റെ കോൺഗ്രസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ അല്ലെങ്കിൽ UDF-ന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ഒരു ഡമ്മി സ്ഥാനാർത്ഥി ഇട്ട് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ കോൺഗ്രസ് പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളെല്ലാം കൂടെ BJPയിലേക്ക് മറിച്ച് അവിടെ GS ജയലാൽ എന്ന് പറയുന്ന CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം. ഇതാണ് കോൺഗ്രസിന്റെ നല്ല കൊള്ളാവുന്ന നേതാക്കന്മാരിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഭിന്ന സ്വരം അത് തന്നെയായിരുന്നു. പക്ഷേ ഇത്തവണ അവർ ചെയ്തതെന്ന് നോക്കുക, സൂരജ് രവി എന്ന് പറയുന്ന കൈപ്പത്തി ചിഹ്നക്കാരനെ അവിടെ മത്സരിപ്പിക്കാനാണ് ഇത്തവണ തീരുമാനമെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ രാഷ്ട്രീയ മാറ്റത്തിന് വേണ്ടി ചുവട് പിടിക്കുന്ന ഒരു മണ്ഡലമാണ് ചാത്തന്നൂർ. നമ്മൾ അവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ മതി. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞ ഒരു ഇടത് മണ്ഡലമാണ്. അവിടെ എനിക്ക് തോന്നുന്നു ഇടത് കോട്ടയാണ്. 15 തവണ അവിടെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട് മൊത്തത്തിൽ. ആ 15 തവണ തെരഞ്ഞെടുപ്പ് നടന്നതിൽ ആകെ 3 തവണ മാത്രമാണ് അവിടെ UDF-ന് വിജയിക്കാൻ സാധിച്ചത് എന്നുള്ളതാണ്. അത് 3 തവണ മാത്രം. ബാക്കി എല്ലാ തവണയും ഇടതുപക്ഷം. ഇപ്പൊ കഴിഞ്ഞ കുറേ കാലമായിട്ട് ജയലാൽ തന്നെയാണ് 2011 മുതൽ തന്നെ ജയലാൽ തന്നെയാണ് അവിടെ സ്ഥാനാർത്ഥി അല്ലെങ്കിൽ അവിടെ നിന്ന് വിജയിച്ചു വരുന്ന MLA എന്ന് പറഞ്ഞാൽ അവിടെ അസാമാന്യമായ വളർച്ച നേടാൻ. അതുകൊണ്ട് ഇത്തവണ ദേശീയ നേതാക്കന്മാരടക്കം, അതായത് അമിത്ഷായും നരേന്ദ്രമോദി അടക്കമുള്ളവർ ചാത്തന്നൂർ വന്ന് നിന്നുകൊണ്ട് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ നമ്മൾ നേമത്ത് നടന്നതുപോലെ ഒരു കളി ഇവിടെ നടന്നിട്ടുണ്ടെങ്കിലോ, അതായത് ഈ കോൺഗ്രസ് വോട്ടുകൾ അങ്ങോട്ട് ചേർന്നിട്ടുണ്ടെങ്കിലോ? അതുകൊണ്ട് നമ്മൾ അവിടുത്തെ ഒരു ഇത് നോക്കിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ, പലപ്പോഴും ഒരു വലിയ തോതിലുള്ള ഒരു കുറവ് നമ്മൾ ഈ പറയുന്ന ഇദ്ദേഹത്തിന്റെ നേരത്തെ നോക്കിയുള്ളൂ. ശൂരനാട് രാജശേഖരൻ നേരത്തെ മത്സരിച്ചിട്ടുണ്ട് അവിടെ 2016. ശൂരനാട് രാജശേഖരൻ ആകപ്പാട് അന്ന് കിട്ടിയ വോട്ട് എന്ന് പറഞ്ഞാൽ 19.01 ആണ് ശതമാനം വോട്ടുകളാണ്. കുറവുണ്ട്. അത്രയും വോട്ടിന്റെ 9%-ലധികം വോട്ടിന്റെ കുറവ് കോൺഗ്രസ് പാർട്ടിയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതേ വോട്ടുകൾ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ ഇവർക്ക് നേട്ടം ഉണ്ടാക്കാനും BJPക്ക് ഗോപകുമാറിന് നേട്ടം ഉണ്ടാക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഒരു ഡീൽ തീർച്ചയായിട്ടും ഞാൻ ഇത് തുടക്കം പോലെ ഞാൻ പറഞ്ഞില്ല, ഒരു ഫോർമേഷൻ, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നുണ്ട്. ഈ ട്രാൻസ്ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ ഒരു പങ്ക് വഹിക്കുന്നത് UDF-ലെ ഒരു ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ സഹായിക്കാനാണ് ഇങ്ങനെയൊരു തീരുമാനം ഉണ്ടായത്. അതായത് ഇത്തവണ ദേവരാജനെ പോലെ ഫോർവേഡ് ബ്ലോക്കിന് വേണ്ടിയിട്ട് ആ സീറ്റ് ഒഴിഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെയൊരു ഡീൽ അവിടെ സംശയിക്കുന്നുണ്ട്. അത് അവിടുത്തെ പ്രധാന പ്രവർത്തകർക്കെല്ലാം ഇതറിയാം. ഇങ്ങനെയൊരു മാറ്റം അവിടെ നടക്കാൻ പോകുന്നു. വോട്ട് കൃത്യമായി BJPയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ള കാര്യം കൃത്യമായി അറിയാം. കൃത്യമായി അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് അവിടെ ലക്ഷ്യം വെക്കുന്നത്? അവിടെ GS ജയലാൽ എന്ന് പറയുന്ന CPI സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണം. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിന് ഫോർവേഡ് ബ്ലോക്കിന് വോട്ട് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. കാര്യം BJPക്കാർ ഫോർവേഡ് ബ്ലോക്കിന് വോട്ട് ചെയ്യില്ല. ഒന്ന്, ഫോർവേഡ് ബ്ലോക്ക് എന്ന് പറയുന്ന വിപ്ലവ പാർട്ടിയാണ്. അപ്പോൾ അതിലേക്ക് ഈ പറയുന്ന BJPക്കാരും ഇങ്ങോട്ട് തിരിച്ച് വോട്ട് ചെയ്ത് ഫോർവേഡ് ബ്ലോക്കിനെ ജയിപ്പിക്കില്ല. കാരണം ഫോർവേഡ് ബ്ലോക്ക് ഇപ്പോൾ 3-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു പാർട്ടിയെ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു BJPക്കാർ വോട്ട് ചെയ്ത് പിന്നെ 2-ാം സ്ഥാനത്ത് എത്തിക്കാൻ നോക്കുവോ, അതോ 3-ാം സ്ഥാനത്ത് കിടക്കുന്ന പാർട്ടിയിലുള്ള അണികൾ 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളുകളെ ജയിപ്പിക്കാൻ നോക്കുവോ? ഏതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം? 2-ാം സ്ഥാനത്ത് നിൽക്കുന്ന പാർട്ടിയിലുള്ള ഒരാളെ ജയിപ്പിക്കാൻ വേണ്ടി 3-ാം സ്ഥാനത്തുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ സ്വാഭാവികമായി ശ്രമിക്കും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രശ്നമാണ് ഈ ഇപ്പൊ കണ്ടത്. സ്വന്തം നിലനിൽപ്പ് പോലും അസ്തിത്വം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പാർട്ടി അവിടെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. ഇത്തവണ ഈ പറയുന്ന സൂരജ് രവിയെ പോലെ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കൊണ്ടിട്ടുകൊണ്ട് ഈ പറയുന്ന 3-ാം സ്ഥാനത്ത് കണ്ടിന്യൂ ചെയ്യാനേ പറ്റുള്ളൂ.
മൂന്നാം സ്ഥാനത്ത് തുടരാൻ മാത്രമേ പറ്റുള്ളൂ, അല്ലാതെ വലിയൊരു ബൂം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് കാര്യം. ഗോപകുമാറിന് അത്രത്തോളം പ്രാധാന്യം ഇപ്പോൾ ആ മണ്ഡലത്തിലുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകൾ കൂടി ഏകീകരിക്കപ്പെട്ടാൽ അത് മിക്കപ്പോഴും അത് ഗുണം ചെയ്യുന്നത് ഇടതുപക്ഷത്തിനായിരിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ ഇവിടുത്തെ ക്രിസ്തീയ വോട്ടുകളിൽ ഒരു വലിയ ഭാഗത്തിന്റെ ഭിന്നിപ്പുണ്ടാക്കാനും സാധിക്കും. ആ ഭിന്നിച്ചു വരുന്ന വോട്ടുകൾ ക്രിസ്സംഖ്യകൾ എന്നൊക്കെ പറയുന്ന ആ ഒരു തലത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഇത് BJP-യിലേക്ക് തന്നെ പോകാനുള്ള സാധ്യതയും ഇപ്പോൾ ചാത്തന്നൂർ മണ്ഡലത്തിനുണ്ട്. എന്തുകൊണ്ടും ചാത്തന്നൂർ മണ്ഡലം നിയമം പോലെ തന്നെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു മണ്ഡലമാണ്. എല്ലാ നേതാക്കന്മാരുടെയും ഒരു ശ്രദ്ധ ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ BJP-ക്ക് വീണ്ടും ചാത്തന്നൂരിൽ നിന്ന് അക്കൗണ്ട് തുറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും എന്നുള്ളതാണ് സത്യം.